മഴത്തോട് തമ്മിലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അറിയിത്താമാണെങ്കിൽ 4 ആങ്ങളമാരെയൊക്കെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് നമ്മൾ സ്റ്റാലിനിട്ട് നല്ല പണിയൊക്കെ കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ അവനാണെങ്കിൽ ആഗ്രയിലുള്ള സമയത്തെങ്ങാണ്ട് ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായിരുന്നെന്ന് പോലെ അതിലുണ്ടായ ഒരു പിഴച്ചുണ്ടായ മോളാ ഇപ്പം അവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അച്ഛൻ കുഞ്ഞ് പറയുന്നത്, ഓഹോ അങ്ങനെയാണെങ്കിലും അവനിനിയിപ്പോൾ അവിടുത്തെ ആ സ്വത്തും കാര്യങ്ങളെല്ലാം ഇനി ആ പെണ്ണിന് എഴുതി കൊടുക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ റീത്തമ്മ പറയുന്നത് അതിന് നമ്മളൊരു കാരണവശാലും അനുവദിച്ചുകൂടാ. എന്തായാലും ഇവിടെ ഉണ്ടല്ലോ 3 മക്കൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഈ മക്കൾക്ക് വേണ്ടി ഈ സ്വത്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇനിയിപ്പം അങ്ങനെ നമ്മൾ അച്ഛൻ കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പം ഇവനിക്ക് വേറെ വല്ല മക്കളുമൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം റീത്തമ്മ പറയുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സ്വത്തുക്കളെല്ലാം ഈ പിള്ളേരെ പേരിലോട്ട് മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ റീത്തമ്മ പറയുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ 3 പിള്ളേർ. പിള്ളേർക്ക് എന്തെങ്കിലും ഒരു തുണിയുടെ കഷ്ണം പോലും അവൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? അവിടെ ആണെങ്കിൽ ആ പെണ്ണിനാണെങ്കിൽ അവളെ റൂം തന്നെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന 2,00,000 രൂപ കൊടുത്തിട്ടാണെന്ന്. പിന്നെ അതുമല്ല ആ പെണ്ണിന് കാറും ഒക്കെ വാങ്ങിച്ചു കൊടുത്തെന്നൊക്കെ പൗലോസൊക്കെ പറയുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ കുഞ്ഞ് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഒറ്റയ്ക്കൊന്നും പോകണ്ട. എന്തായാലും ഒറ്റയ്ക്ക് അവിടെ പോയി ചെന്ന് കയറാൻ പറ്റിയ വീടും അല്ലല്ലോ, നിറയെ നായ്ക്കളും കാര്യങ്ങളും അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിക്കാൻ വേണ്ടി പോയ സമയത്ത് അവനാണെങ്കിൽ അവൻ്റെ നായ്ക്കളെ മുമ്പിൽ എന്നെ എടുത്ത് ഇട്ട് കൊടുത്തു. ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഞാൻ ഉരുകി അങ്ങ് തീർന്നെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ റീത്താമ്മ പറയുന്നത്, ശരി നമുക്ക് എന്തായാലും ഒറ്റയ്ക്കൊന്നും ചോദിക്കാൻ വേണ്ടി പോകണ്ട. നമുക്ക് നമ്മളെ സഭക്കാരെയും അച്ഛനെയും അതുപോലെ നമുക്ക് പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്കൊരു സമരം തന്നെ നടത്താം. പിള്ളേരാണെങ്കിൽ അവർക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞാൽ അവർക്കും ഒരു സമരം തന്നെ അവിടെ നടത്തിയെടുക്കാമെന്നൊക്കെ നമ്മൾ റീത്താമ്മ പറയുന്നുണ്ട്. ടെൽസ മോള് പറയുന്നുണ്ട് നല്ലൊരു സുന്ദരിയായ ഒരു ചേച്ചിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ടാനി ആണെങ്കിൽ പെട്ടെന്ന് നമ്മളെ ടെൽസ മോളെ വായൊക്കെ അടപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അവർക്ക് അത്രയ്ക്കും പോയി സമരം ചെയ്യാനൊന്നും മക്കൾക്കൊന്നും താല്പര്യമില്ല. പക്ഷേ റീത്താമ്മയുടെ സ്വഭാവം അവർക്ക് അറിയാവുന്നത് കൊണ്ട് കൂടെ പോയല്ലാതെ അവർക്ക് നിവർത്തിയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി നമുക്ക് എന്തായാലും പോവാം. എന്തായാലും അവനാണെങ്കിൽ അവിടെ ആണെങ്കിൽ മാനിനെ പോലല്ലേ താമസിക്കുന്നത്. അവൻ്റെ ആ മാന്യത നമുക്ക് തന്നെ അങ്ങ് ഇല്ലാതാക്കി കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നേരെ കൊട്ടാരം മുറ്റത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ ഏറ്റവും ഫ്രണ്ട് എഴുന്നിട്ടാണെങ്കിൽ അവരാങ്ങളമാരും എല്ലാവരും ഒക്കെ ആണെങ്കിൽ സമരം ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നീതി കിട്ടണം, ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് വിളിച്ച് കൂവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ റീത്തമ്മയുടെ ആങ്ങളമാരൊക്കെ ആണെങ്കിലും മുദ്രാവാക്യങ്ങളൊക്കെ കിടന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, നീതി കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും നമ്മൾ സ്റ്റാലിൻ്റെ മക്കളാണെങ്കിൽ അങ്ങനെ അവരൊന്നും വിളിക്കുന്നതുമില്ല. അവരാണെങ്കിൽ എന്തോ ഒരു സ്റ്റാലിനായിട്ടൊരു അടുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള കണക്ക് തന്നെ ആ പിള്ളേർ നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ അവർക്ക് റീത്താമ്മയെ പേടിച്ചിട്ടുള്ളൊരു ഇതും അവർ മുഖത്തൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ സ്റ്റാലിൻ്റെ അവിടുത്തെ ജോലിക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പൗലോസും ആൻ്റപ്പനാണെങ്കിൽ പറയുന്നുണ്ട്, കണ്ടോ ഇപ്പോൾ ഈ പെണ്ണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അലീനയാണെങ്കിൽ കേൾക്കാനൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത ഒരു ചർച്ചയും കാര്യങ്ങളും ഇവിടെ സംസാരിച്ച് പോരുതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൻ്റപ്പനിക്കും പൗലോസിനും ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ പൗലോസിൻ്റെ അടുത്ത് ആൻ്റപ്പൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഇതൊന്നും ഇവിടെ ചർച്ചയും കാര്യങ്ങളും ആക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് തന്നെ ഞാൻ എൻ്റെ മോളെ ഞാൻ ഏറ്റെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇതൊരു പ്രശ്നമായിട്ടൊന്നും ആരും കണക്കാക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അലീനയുടെ തോളിൽ തട്ടിയിട്ട് പറയുന്നത്, മോൾ ഇതൊന്നും കണ്ടിട്ട് പേടിക്കുക വെക്കുകയൊന്നും വേണ്ട, പപ്പായ്ക്ക് അറിയാമായിരുന്നതെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ എന്നൊക്കെ പപ്പായ്ക്ക് അറിയാമായിരുന്നെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാലിൻ അലീനയെ ഒന്ന് സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നാട്ടുകാരെല്ലാവരും കൊണ്ട് ഇതിവിടെ സമരം നടത്തുന്നുണ്ട്. ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ പ്രശ്നം, എന്താ ഇങ്ങനെ സമരം നടത്തുന്നതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇതിനകത്ത് ഇവിടുത്തെ സ്റ്റാലിനാണെങ്കിൽ എൻ്റെ അനിയത്തിയുടെയും മക്കളെയും ജീവിതം ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അവനാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് അങ്ങോട്ട് ഒരു പെണ്ണുമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു. അതിനകത്തൊരു പെൺകൊച്ച് ജനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് ഇവിടെ താമസിപ്പിച്ചിരിക്കുക. അപ്പം എൻ്റെ അനിയത്തിയുടെയും മക്കളെയും ജീവിതം ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് നാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ സാറിന് അങ്ങനത്തെ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ റീത്തമ്മ പറയുന്നുണ്ട് അപ്പം അത് അയാൾ തന്നെ അംഗീകരിച്ച കാര്യമാണ്, ഞങ്ങളപ്പോൾ കള്ളത്തരം എന്തായാലും പറയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നാട്ടുകാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളും കൂടെ ഇതിനകത്ത് സമരത്തിനകത്ത് പങ്കെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു നീതി കിട്ടണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും കൂടെ ആ ഒരു സമരത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ സ്റ്റാലി ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, ഗേറ്റിൻ്റെ ഭാഗത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കടന്ന് ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റാലി അടുത്താണെങ്കിൽ റീത്തമ്മ പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ നിങ്ങൾ നാട്ടുകാർക്കും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാലി പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ എൻ്റെ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും
സ്റ്റാലി ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും എനിക്കാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് എനിക്ക് പിന്നെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. പെൺകുട്ടിയിൽ എനിക്ക് ജനിച്ച ഒരു മകളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കല്യാണം വരെ എല്ലാം ആലോചിച്ചെല്ലാം ഇതായതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കല്യാണം നടന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഇതിൽ ഞങ്ങൾക്കൊരു കുഞ്ഞും ജനിച്ചിട്ടുണ്ടായിരുന്നു. അവൾ 10, 23 വർഷത്തോളം അവൾ അനാഥാലയത്തിലായിരുന്നു. ഇനി എൻ്റെ മോളെ അനാഥാലയത്തിലോട്ട് വിട്ടുകൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പം എൻ്റെ മോളെ എനിക്ക് സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സ്റ്റാലി എല്ലാവരും കൂടെ എല്ലായിടത്തുമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഇവരാണെങ്കിൽ എൻ്റെ അടുത്തുള്ള സ്നേഹമോ കാര്യങ്ങളോ കൊണ്ടൊന്നും അല്ലല്ലോ ഇപ്പോൾ എൻ്റെ മക്കളെയും കൊണ്ട് ഇവിടെ സമരം ചെയ്യാൻ വന്നത്. എൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയല്ലേ ഇവരിപ്പോൾ സമരം ചെയ്യാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് സ്നേഹവും കാര്യങ്ങളും ഉള്ള എൻ്റെ ഭാര്യയും മക്കളും ആയിരുന്നെങ്കിൽ എന്തായാലും എന്നെ വിട്ടിട്ട് പോകത്തില്ലായിരുന്നല്ലോ. ഇവരൊറ്റ ഒരാളാണ് എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയും മക്കളെയും എൻ്റെ അടുത്ത് നിന്ന് അകറ്റി കൊണ്ടുപോയതും ഇവരായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ സ്റ്റാലിയാണെങ്കിൽ വെട്ടി തുറന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. റീത്താമ്മയുടെ മുഖംമൂടിയാണെങ്കിൽ അവർക്ക് മുമ്പിൽ അഴിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ റീത്താമ്മയാണെങ്കിൽ സ്റ്റാലിനിട്ട് പണി കൊടുക്കാൻ വന്ന റീത്താമ്മയ്ക്കാണ് ഇപ്പോൾ നല്ല പണി കിട്ടിയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.